ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരിട്ട് തങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട്, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് ആരുടെ പേരിലും കേസെടുക്കാനുള്ള അധികാരം വരെയാണ്. ഇത് ഈ നാടിനെ വലിയ ദുരന്തത്തിലേക്കാണ് നയിക്കാൻ പോകുന്നത്. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് 1,30,00,000 ജനങ്ങൾ പോകണം. ഈ വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് ഒന്ന് പ്രതിഷേധിക്കാൻ പോലും കഴിയാത്ത വിധം ജനങ്ങളെ കൂച്ചുവിലങ്ങിടുകയാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കണ്ണിലേക്ക് തുറിച്ചു നോക്കിയാൽ ആ ജനത്തിനെതിരെ കേസെടുക്കാനുള്ള അധികാരമാണ് ഈ ഭേദഗതി നൽകാൻ പോകുന്നത്. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. പ്രധാനമായിട്ട് രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം, നമുക്ക് ഇഷ്ടം പോലെ കുടിവെള്ള സ്രോതസ്സുകളുള്ള പുഴകളും തോടുകളും അരുവികളും ഉള്ള നാടാണ് കേരളം. ഏത് വേനൽക്കാലത്തും ഏത് ഘട്ടത്തിലും വെള്ളം കുടിക്കാൻ മുട്ടാത്ത ജനതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് കൂച്ചുവിലങ്ങിടാൻ പോവുകയാണ് ഈ ഭേദഗതി. പുഴയുടെ അവകാശം ആർക്കാം? ഇപ്പോ മലപ്പുറത്ത് കൂടെ ഒഴുകുന്ന കലക്ടറേറ്റിന് പിന്നിലൂടെ ഒഴുകുന്ന പുഴയുടെ അവകാശം മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിക്കുള്ളിൽ ആ മുനിസിപ്പാലിറ്റിക്കാണ്. അത് കഴിഞ്ഞാൽ ആനക്കയം പഞ്ചായത്തിന്റെ ഏരിയ ആനക്കയം പഞ്ചായത്തിനാണ്. നിലമ്പൂർ ഇടവണ്ണയിലൂടെ ഒഴുകുന്ന ചാലിയാർ പുഴയുടെ അവകാശം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിയിൽ മുനിസിപ്പാലിറ്റിക്കാണ്. ചുങ്കത്തറ പഞ്ചായത്തിന്റെ ആ പരിധിയിൽ ചുങ്കത്തറ പഞ്ചായത്തിനാണ്. അതുകൊണ്ടാണല്ലോ ഈ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളൊക്കെ ആ പരിധിക്കുള്ളിൽ വരുന്ന അവരുടെ പുഴയിലെ മണ്ണും മണലും ഒക്കെ ലേലം ചെയ്യാനുള്ള അവകാശം ഈ അവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് പറയുന്നത്. അങ്ങനെ കേരളത്തിലേക്കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന 44 നദികൾ, അതിന്റെ പോഷക നദികൾ, തോടുകൾ, ജലസ്രോതസ്സുകൾ, അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ത്രിതല പഞ്ചായത്തിന്റെ ഏത് പഞ്ചായത്തുകളുടെ പരിധിയിലാണോ അവർക്കാണ് അതിന്റെ അവകാശം. ആ അവകാശങ്ങൾ മുഴുവൻ ഇല്ലാതാവാൻ പോവാണ്. കേരളത്തിൽ ഒഴുകുന്ന എല്ലാ പുഴകളുടെയും അവകാശം ഫോറസ്റ്റിലേക്ക് നിക്ഷിപ്തമാക്കാൻ പോവുകയാണ്. വളരെ ഗൗരവത്തോട് കൂടിയിട്ട് ജനങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും അതിശക്തമായി എതിർക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇപ്പൊ തന്നെ നമ്മൾക്കറിയാം, ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു റോഡ് വികസനം, ഒരു കുടിവെള്ള പദ്ധതിക്കോ, എന്തിനേറെ പറയുന്നു, അവകാശമുള്ള ആദിവാസികളുടെ ഊരുകളിലേക്ക് ഇലക്ട്രിക് ലൈന് വലിക്കാൻ പോലും, കുടിവെള്ള പൈപ്പ് ലൈൻ ഇടാൻ പോലും അനുവദിക്കാത്ത ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് കേരളത്തിലുള്ളത്. അവരുടെ കൈകളിലേക്കാണ് ഈ 3.5 കോടി ജനങ്ങൾ, 1,30,00,000 നിയമം ഫോറസ്റ്റിൽ താമസിക്കുന്നവർക്കേ ബാധിക്കുന്നുള്ളൂ. പക്ഷേ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും അവരുടെ ജീവിതത്തെ തന്നെ പരിപൂർണമായി ബാധിക്കുന്ന ഭേദഗതിയാണ് ഈ പുഴകളുടെ അവകാശം ഫോറസ്റ്റിലേക്ക് നിക്ഷിപ്തമാക്കുന്നത്. അതിന് അവര് പറയുന്ന ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. പുഴയൊക്കെ ഒഴുകി വരുന്നത്, പുഴകളുടെ ഉറവിടം വനത്തിൽ നിന്നാണ്. പുതിയ കണ്ടുപിടുത്തമാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള ഒരു നിയമമില്ല. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളിൽ, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ സ്ഥിരമായി സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിന്റെ ഇടപെടൽ, കേന്ദ്രത്തെ നിയമത്തിന്റെ പ്രതിസന്ധിയാണ്. ഒരു പരിധിവരെ വാസ്തവമുണ്ട്. പക്ഷേ ഈ നിയമ ഭേദഗതി കൊണ്ടുവരാൻ പോകുന്നത് പിണറായി ഗവൺമെന്റാണ്. ഈ നിയമസഭയിൽ അത് വരാൻ പോവുകയാണ്. ഈ നിയമം ഇവിടെ പ്രാവർത്തികമാകുന്നതോടുകൂടിയിട്ട് ഒരു പഞ്ചായത്തിന്, ഒരു കുടിവെള്ള പദ്ധതിക്ക്, ഒരു കിണർ കുഴിക്കാൻ പുഴയരികിൽ സാധിക്കില്ല. നമ്മുടെ സ്രോതസ് എന്താണ്? നമ്മുടെ സ്രോതസ് പുഴയാണ്, തടാകങ്ങളാണ്. തടാകത്തിന് കീഴിൽ അഷ്ടമടിക്കായലാവട്ടെ, അതിന്റെ പല ഭാഗങ്ങളും എന്താ പറയാ, ഫോറസ്റ്റുമായി ടച്ച് ചെയ്യുന്നുണ്ട്. കണ്ടൽ കാടുകളുണ്ട്. അപ്പൊ അതിന്റെ അവകാശം ആർക്ക് പോകും? ഫോറസ്റ്റിന് പോകും. ഈ എല്ലാ വൻതോടുകളിൽ നിന്നാണ് ചെറുതോടുകളും
മറ്റരുവികളൊക്കെ ഉള്ളത്. ഇതിന്റെ മുഴുവൻ അവകാശം ഫോറസ്റ്റിൽ നിക്ഷിപ്തമാകാൻ പോകുന്നു. എത്ര ഭീകരമായ നിയമമാണെന്ന് ആലോചിക്കണം നിങ്ങൾ. ഇവിടെ ഇപ്പൊ നമ്മള് കനാലുകൾ വഴി ചെറിയ തടയണകൾ കെട്ടിയിട്ട് നമ്മൾ ജലസേചനം നടത്തുന്നുണ്ട് കൃഷിക്ക് വേണ്ടിയിട്ട്. ആ കൃഷി കടന്നു പോകുന്ന നിലമ്പൂരൊക്കെ കനാലുകളുണ്ട്, ചെറു കനാലുകൾ. അത് ഇപ്പോൾ തന്നെ ഫോറസ്റ്റിലൂടെ പതിറ്റാണ്ടുകൾ 10-50 വർഷം മുമ്പുണ്ടാക്കിയ കനാലുകളാണ്. അതൊരു മെയിൻ്റനൻസ് ചെയ്യാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ അനുവദിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം. തടയണവര് പുഴയുടെ അവകാശം ഇല്ലാതിരിക്കുന്ന ഘട്ടത്തിലെ കാര്യം പറയുന്നത്. ഇനി ഈ പുഴകളുടെയും തോടുകളുടെയും അവകാശം കൂടി ഇവർക്ക് കൊടുക്കാൻ പോയാൽ ഇതെവിടെ എത്തും? ഒരു തുള്ളി വെള്ളം ഒരു വ്യക്തിക്ക് എടുക്കാൻ പറ്റില്ല, സർക്കാർ സ്ഥാപനത്തിന് എടുക്കാൻ കഴിയില്ല, ഈ പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന് എടുക്കാൻ കഴിയില്ല. ഇപ്പൊ തന്നെ അറിയാം, നമുക്ക് പുഴകൾ മുഴുവൻ മണൽ വന്ന് നിറഞ്ഞു കിടക്കുകയാണ്. 2 മഴ പെയ്താൽ പുഴകൾ മുഴുവൻ കരകവിഞ്ഞൊഴുകുകയാണ്. 2018-ലും 2019-ലും ഉണ്ടായ ദുരിതം, ഇപ്പൊ ഈ കഴിഞ്ഞ ചൂരൽമലയിലുണ്ടായ ഭൂമി ഇടിച്ചില്, ഇതിന്റെയൊക്കെ മണ്ണ് വന്ന് കിടക്കുന്ന ചാലിയാറിലാണ്. ഇതുവരെ അതൊന്ന് കോരി പുറത്ത് കളയാൻ റവന്യൂവിന് സാധിച്ചിട്ടില്ല. പല ഘട്ടങ്ങളിലും അതിന്റെ തടസ്സം ഫോറസ്റ്റാണ്. പുഴ ഒരാൾക്ക് 2 ആൾക്ക് ഉയരത്തിൽ മണ്ണും മണലും വന്ന് അടിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ സാധാരണ വലിയ മഴകളുണ്ടായി ദിവസങ്ങളോളം മഴ പെയ്ത് പുഴ കരകവിഞ്ഞൊഴുകാൻ ദിവസങ്ങളും മാസങ്ങളും എടുത്തിരുന്നു. ഇപ്പൊ 10 അടി 12 അടി ഉയരത്തിൽ ഈ മണ്ണും മണലും കിടക്കുന്നത് കൊണ്ട് 2 ദിവസം മഴ പെയ്താൽ ഈ പറയുന്ന ചാലിയാർ പുഴ ഉൾപ്പെടെയുള്ള പുഴയുടെ തീരപ്രദേശങ്ങളിൽ വെള്ളം കയറുകയാണ്. ഒരവകാശവും ഇല്ലാതിരിക്കുന്ന ഈ ഘട്ടത്തിൽ തന്നെ അതിനെ തടസ്സപ്പെടുത്തുന്നവർക്കാണ് ഈ അവകാശം കൊടുക്കുന്നത്. കേരളത്തിൽ ഇനി ഒരു ചെറുകിട ജലവൈദ്യുത പദ്ധതി പോലും കേരളത്തിലെ KCBക്ക് നടപ്പാക്കാൻ കഴിയില്ല. നിലവിലുള്ളത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. മീൻ പിടിക്കാൻ ചൂണ്ടയിട്ട് ഗ്രാമീണര് പലരും ജീവിക്കുന്നത് അതുകൊണ്ടാണ്. ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പറ്റില്ല. പല എന്താ പറയാ പുഴ തീരങ്ങളിൽ ഫുട്ബോൾ മേളകൾ നടക്കുന്നുണ്ട്, ഇനി നടക്കില്ല. ഗ്രാമീണ ആഘോഷമാണ് എന്താ പറയാ ഈ വള്ളംകളി മത്സരങ്ങൾ. എല്ലാ പഞ്ചായത്തുകളിലും പുഴ തീരങ്ങളിൽ നമ്മൾ വലിയൊരു ആഘോഷമായി നമ്മുടെ നാട്ടിൽ നടത്തുന്നതാണ്. മാത്രമല്ല യുവതലമുറക്ക് ഈ ട്രെയിനിങ് കൊടുക്കുന്നതും നീന്തൽ പരിശീലനം ഒക്കെ പ്രാദേശിക ക്ലബ്ബുകളൊക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ജലസ്രോതസ്സുകളിലാണ്. ഇപ്പൊ ഈ ചൂരൽമല ഇഷ്യൂവിൽ തന്നെ 260ഓളം ശവശരീരങ്ങളാണ് നമ്മുടെ നിലമ്പൂരിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചത്. ആരാ ഇതൊക്കെ മുങ്ങിയെടുത്തത്? ഈ നാട്ടിലെ ചെറുപ്പക്കാരാണ്. എങ്ങനെ അവർക്ക് മുങ്ങിയെടുക്കാനുള്ള ശേഷി ഉണ്ടായത്? ഈ പുഴയിലാണ് അവർ ജീവിക്കുന്നത്. ആ പുഴയുമായി മല്ലിട്ടാണ് അവർ കഴിയുന്നത്. അവർക്ക് നീന്തം അറിയാം, മുങ്ങലറിയാം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യാന്നറിയാം. അതിനൊന്നും സാധ്യമാകാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് ഈ പുഴയുടെ അവകാശം കൊടുക്കുമ്പോൾ. ഒരു പ്രതിഷേധവും കാര്യമായിട്ട് ഉണർന്നിട്ടില്ല. പ്രതിപക്ഷം അതിശക്തമായി ഇടപെടേണ്ട വിഷയമാണ്. ജനങ്ങൾ രാഷ്ട്രീയമാണെന്ന് ഇടപെടേണ്ട വിഷയമാണ്. മൂന്നാമത്തെ വിഷയം ഇതിലെ ഫൈനുകളുടെ വർധനവാണ്. ഈ അമെന്റ്മെന്റിൽ വരുന്നത് 1000 രൂപ ഫൈൻ ഉണ്ടായത് അതിന്റെ 5 ഇരട്ടി 5000. 50,000 രൂപ വരെ ഫൈൻ ഉണ്ടായിരുന്നത് അതിന്റെ 5 ഇരട്ടി 2.5 ലക്ഷം തൊട്ട് 3 ലക്ഷം രൂപ വരെ. ആരെയും ഭയപ്പെടുത്താൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കുന്ന നിയമം. വലിയ അഴിമതി ഇതിന്റെ പേരിൽ നടക്കാൻ പോവുക. കാരണം ഈ പറയുന്ന 1,30,00,000 ജനങ്ങൾ ജീവിക്കുന്ന ഈ മലയോര മേഖലകളിൽ വനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന, മലയോരമല്ല വെസ്റ്റേൺ ഫോറസ്റ്റ് കേരളത്തിൽ ഒട്ടാകുണ്ട്. ഹൈക്കോടതിയോട് ജാരി കിടക്കുന്ന ഫോറസ്റ്റാണ് അത്, വെസ്റ്റേൺ ഫോറസ്റ്റ് ആണ്. മലയിൽ മാത്രമല്ല ഈ വിഷയമുള്ളത്. നഗരങ്ങളിലുള്ള ചെറു ഫോറസ്റ്റുകളിൽ പോലും, വെസ്റ്റേൺ ഫോറസ്റ്റുകളിൽ പോലും ഈ വിഷയം ഉദിക്കാൻ പോവുകയാണ്. അപ്പം ഈ ഒരു വിഷയത്തില് ഗവൺമെന്റ് ഈ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണോ അവരുടെ കമ്പൽഷൻ പ്രകാരമാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ഇതിലൊന്നുമില്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ ജനവിരുദ്ധമായ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ IFSകാരുടെ താല്പര്യത്തിന് വിധേയമായി
കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന നിയമ ഭേദഗതിയാണ്. ഇത് ജനങ്ങൾ ശക്തമായി എതിർക്കപ്പെടേണ്ടതുണ്ട്. ഇതിൽ ജനരോഷം ഉയരേണ്ടതുണ്ട്. പ്രിയപ്പെട്ട പത്രമാധ്യമ പ്രവർത്തകർ, നിങ്ങൾ ഈ വിഷയം, ഞാൻ ആ ബില്ലിന്റെ കോപ്പി എനിക്കുണ്ട്, നിങ്ങൾക്ക് എന്റെ ഗ്രൂപ്പിൽ ഞാൻ ആ ഡീറ്റെയിൽസ് ഇടാം, നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവും. ഇതൊരു അടിയന്തരാവസ്ഥയെക്കാളും വലിയ ഭീതിജനകമായ അന്തരീക്ഷം മലയോര മേഖലയിൽ ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകണമെന്ന്. രണ്ടാമത് 3.5 കോടി മുഴുവൻ ജനങ്ങളുടെയും കുടിവെള്ളം ഇവിടെ മുട്ടിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും സംസ്ഥാന ഗവൺമെന്റിന്റെ സ്വയം ഇഷ്ടപ്രകാരം വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാര് ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഈ നിയമ ഭേദഗതി ഒരു കാരണവശാലും ഇവിടെ അനുവദിക്കാൻ പാടില്ല. അതിനെ ശക്തമായി എതിർക്കേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഒരു ജനബോധവൽക്കരണം എന്ന നിലക്ക് ഒരു ജനകീയ യാത്ര വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ 7 നിയോജക മണ്ഡലങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് ഈ ജനുവരി 3, 4, 5 തീയതികളിൽ എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജനബോധവൽക്കരണ ഒരു പ്രതിഷേധ ജാഥ കൂടി നടത്താൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ കാര്യം കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക്, കാരണം ഇത് മൂടി വെക്കപ്പെടുകയാണ്. ജനങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ ചെറിയൊരു ശതമാനം ആളുകളാണ് അവെയർ ആയിട്ടുള്ളത്. ഇതൊരു വനനിയമ ഭേദഗതി ബില്ലല്ലേ, അത് കാട്ടിൽ ജീവിക്കുന്ന ഏതോ മനുഷ്യരുടെ പ്രശ്നമാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്നവരും നിങ്ങൾ മനസ്സിലാക്കിക്കോ, കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും കുടിവെള്ളം തൊട്ട് വെള്ളവുമായി ബന്ധപ്പെട്ട സകലമായി ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ വെള്ളത്തിന്റെ സ്രോതസ്സുകൾ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൈക്കലാക്കാൻ പോവുകയാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ സീരിയസ് ആയിട്ടുള്ള വിഷയമായിട്ട് ഈ സമൂഹത്തിനെ മൊത്തം ബാധിക്കാൻ പോകുന്നത്. അല്ല, പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും എതിർക്കുമല്ലോ. ഭരണകക്ഷിയിൽ തന്നെ പലർക്കും എതിർപ്പുകളുണ്ട്, ഉണ്ടാൻ കഴിയാത്തതുകൊണ്ടാണ്. ഒരു കാരണവശാലും ഈ ബില്ല് നിയമസഭയിൽ പാസ്സാകാൻ പാടില്ല. പാസ്സായാൽ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ ദുരന്തം. ആ ദുരന്തം കേരളത്തിലെ 3.5 കോടി ജനങ്ങളും അനുഭവിക്കുന്നതാണ്. ഈ ഇരിക്കുന്ന നമ്മളൊക്കെ, നമ്മളെ കുടുംബങ്ങളും വരാനിരിക്കുന്ന തലമുറയൊക്കെ അത് അനുഭവിക്കും. കടലിൽ നിന്ന് ഉപ്പുവെള്ളം ശുദ്ധീകരിച്ച് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഈ സംസ്ഥാനത്തെ എത്തിക്കുന്ന ഭേദഗതി കൂടിയാണ്. നമ്മളൊരു പ്രതിഷേധം കം ബോധവൽക്കരണ റാലിയായിട്ടാണ് വയനാട് പാർലമെന്റ് ഒരു തുടക്കം എന്ന നിലക്ക് വാഹനയാത്രയാണ്. തീർച്ചയായിട്ടും DMK-യുടെ രാഷ്ട്രീയ ഭാവിക്ക് പ്രത്യേകിച്ച് ഇപ്പൊ പ്രതിസന്ധികളൊന്നുമില്ല. ഞാൻ പറഞ്ഞതുപോലെ അത് അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. അത് അതിന്റെ സമയമാകുമ്പോൾ അതിന്റെ രൂപവും ഭാവത്തിലും അത് പ്രഖ്യാപിക്കപ്പെടും. ഇപ്പോ നമ്മളെ ഈ വരാനിരിക്കുന്ന അസംബ്ലിയിൽ വരാൻ പോകുന്ന ഒരു വലിയ കാതലായ വിഷയമാണ്. ഇതില് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ജനങ്ങള് ഇതിലത്ര അലർട്ടായിട്ടില്ല. സാധാരണ ഒരു ബില്ലിന്റെ കരട് വരുമ്പോൾ 2 മാസത്തെ സമയമാണ് ജനങ്ങൾക്ക് പരാതി ബോധിപ്പിക്കാനുണ്ടാവുക. ഇതിനാകെ 15 ദിവസം സമയം കൊടുത്തിരിക്കുന്നത്. അത് ഇന്ന് അവസാനിക്കുകയാണ്. കഴിഞ്ഞ 18-ാം തീയതി 19-ാം തീയതിയാണ് ഇത് പുറത്തേക്ക് വിട്ടത്. അത് തന്നെ അതിന്റെ ഒരു അവയർനെസ് ഉണ്ടായിട്ടില്ല. പത്രങ്ങളെ വിളിച്ച് ഈ കാര്യങ്ങളെ കുറിച്ച് വനംവകുപ്പോ മന്ത്രിയോ വിശദീകരിച്ചിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ നിലപാട് ഇതിൽ വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പൊ റോഷി അഗസ്റ്റിൻ ഇപ്പൊ മുഖ്യമന്ത്രിയെ പോയി അവരുടെ ലീഡർഷിപ്പ് കണ്ടു, ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ലീഡർഷിപ്പ് എന്നൊക്കെ പത്രങ്ങളിൽ കണ്ടു. ആ റോഷി അടക്കം ഇരിക്കുന്ന മന്ത്രിസഭയാണ് ഇത് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം സ്വാഭാവികമായി നമുക്കറിയാം, വനംവകുപ്പ് മന്ത്രി അയാൾക്ക് ഒറ്റ കാര്യമുള്ളൂ, ആ മന്ത്രിസ്ഥാനം നിലനിർത്താൻ വേണ്ടി നിർത്തുക എന്നതിലപ്പുറം ഈ നാട്ടിലെന്താ നടക്കുന്നത്, ഫോറസ്റ്റിൽ എന്താ നടക്കുന്നത്. ഇന്നലെ ഇപ്പൊ ഞാൻ ഈ പറയുന്ന 23 വയസ്സായ ഇബ്രാഹിമിനെ ചവിട്ടിക്കൊന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? ഈ എൽദോയെ ചവിട്ടിക്കൊന്ന വീട്ടിൽ 5 ദിവസം ഞാൻ പോയതാണ്, മരിച്ചതിന്റെ 2ാമത്തെ ദിവസം. അവിടെ വലിയ പ്രതിഷേധമുണ്ടായി. MLA-മാര് ഭരണപക്ഷം പ്രതിപക്ഷം ഒക്കെ ഒരുമിച്ച് കൂടി റോഡ് തടസ്സപ്പെടുത്തി മണിക്കൂറുകൾ ചർച്ച ചെയ്തിട്ട് അവിടെ കൊടുത്ത ഉറപ്പുകൾ ഈ നിമിഷം വരെ പാലിച്ചിട്ടില്ല. ഞാൻ ഇപ്പൊ വരുമ്പോ ആ കുടുംബത്തിലെ ഒരു ബന്ധുവിനെ ഞാൻ വിളിച്ച എന്തായും ചോദിച്ചിട്ട്, അവിടെ അന്ന് ജനങ്ങളുടെ മുന്നിൽ കൊണ്ട് ഇറക്കി വെച്ച ട്രഞ്ച് കീറാൻ ഇറക്കി വെച്ച എക്സ്കവേറ്ററുകൾ 7 ദിവസമായിട്ട് ആ ഇറക്കിയോട് കിടക്കുകയാണ്.
1 ഇഞ്ച് ട്രഞ്ച് കീറിയിട്ടില്ല. ആ ഏരിയയിൽ ട്രഞ്ച് കീറുമെന്നായിരുന്നു ഉറപ്പ് കൊടുത്തിരുന്നത്. ഇലക്ട്രിക് ഫെൻസിങ് പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിക്കുന്നു പറഞ്ഞ ഇപ്പൊ അവിടെ വീണ് കിടക്കുന്ന കമ്പി നീട്ടി 4 കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ടെന്നാണ് ഇപ്പൊ ഞാൻ വരുമ്പോ 1/2 മണിക്കൂർ മുമ്പ് അവരെ വിളിച്ചത്. ഉറപ്പും പാലിക്കപ്പെടുന്നില്ല. സ്പോട്ടിൽ പൈസ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് 5 ലക്ഷത്തിന് ചെക്ക് കൊടുത്തിട്ട് ആ എൽദോന്റെ കുടുംബത്തിന് കൊടുത്ത ആ ചെക്ക് ഒരാഴ്ചയായി. ഇന്നും അത് മാറി കിട്ടിയിട്ടില്ല. ബാക്കി 5 ലക്ഷം 2 ലക്ഷം കൊടുക്കുമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഈ പറയുന്നതൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല. ജനങ്ങളെ നിർബന്ധപൂർവം പശ്ചിമഘട്ടത്തിൽ നിന്ന് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാതെ സ്വയം നിർബന്ധിതനായി പശ്ചിമഘട്ടം വിട്ട് ജനങ്ങൾ ഇറങ്ങണമെന്ന വലിയൊരു ലോബി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ജനങ്ങളുടെ എല്ലാ ജീവിതം വഴിമുട്ടി നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? അവിടുന്ന് ഇറങ്ങി വരണം. അതിലേക്ക് കേരളത്തിലെ ജനങ്ങളെ കൊണ്ടുപോവുകയാണ്. ഇത് മറ്റൊരു നാട്ടിലില്ലല്ലോ. എന്തിനാ ഈ ഭേദഗതി? തമിഴ്നാട്ടിലുണ്ടോ? കർണാടകയിലുണ്ടോ? നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ അവർക്ക് വനമുണ്ടല്ലോ. അവിടെയൊക്കെ 961 ഈ വന നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ഭേദഗതിയും ഇത്തരത്തിൽ ജനവിരുദ്ധമായിട്ട് വന്നിട്ടില്ല. കേരളത്തിലെ 45% ജനങ്ങളെ ബാധിക്കുന്ന വിഷയം, കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും ബാധിക്കുന്ന ജലസ്രോതസ്സുകളുടെ വിഷയം എന്തിനാണ് സ്റ്റേറ്റ് ഇത് ഏറ്റെടുക്കുന്നത്? കേന്ദ്രത്തിനെതിരെ പറയുകയും കേന്ദ്രം പോലും ചെയ്യാൻ ആഗ്രഹിക്കാത്ത ജനവിരുദ്ധമായ നിയമ ഭേദഗതികൾ കേരളത്തിൽ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥം? സ്വതന്ത്രന്മാരെ പുതിയ വിവരമില്ലല്ലോ ആരെങ്കിലും കിട്ടുന്നത് അഭിപ്രായം എനിക്കില്ല. അത് നമുക്ക് കാണാൻ പോകുന്ന പൂരം എന്ന് പറഞ്ഞതുപോലെ മോഹൻദാസ് തുടരണ്ട ഒക്കെ ആ പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കേണ്ട നമുക്ക് അപ്പം നോക്കാം. മോഹൻദാസിനെ കുറിച്ച് ഞാൻ പിന്നീടൊന്നും പറയാൻ പോയിട്ടില്ല. എന്റെ കയ്യിൽ ഒരു അട്ടി പേപ്പറായിട്ടാണ് തന്നെ ഇരിക്കുന്നത്. അത്തരത്തിലുള്ള എന്താ പറയാ ഒരു വ്യക്തിയെ തന്നെ ഇനിയും അത് എന്താ പറയാ മുന്നോട്ട് കൊണ്ടുപോകാനാണ് CPM ലീഡർഷിപ്പ് ആലോചിക്കുന്നത്. ഇങ്ങനെ ആലോചിച്ചോട്ടെ, നമുക്ക് കുഴപ്പമില്ലല്ലോ. ഈ പാർട്ടിയെ വളർത്തുകയല്ല തളർത്തുകയാണ് പിണറായിയുടെ ലക്ഷ്യമാണ് എന്നതിൽ തർക്കമില്ല. എനിക്കില്ല. കാരണം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ആരൊക്കെ വെറുപ്പിച്ചു? കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ മുഴുവൻ വെറുപ്പിച്ചു. മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ്. അവരാണ് UDF വോട്ട് ചെയ്യുന്നത്. വലിയ സ്റ്റേറ്റ്മെന്റ് നടത്തി. മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ സമൂഹത്തെ പരിപൂർണമായും വെറുപ്പിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷം വരെ മുനമ്പം വിഷയത്തിൽ അവിടെ പണം കൊടുത്ത് വാങ്ങിയ ആ സാധു മനുഷ്യരുടെ എന്താ പറയാ സ്വത്ത് സംരക്ഷിക്കേണ്ട ഭാഗത്ത് ഗവൺമെന്റിനില്ലേ? ഇപ്പോഴും കണ്ണിൽ പൊടിയിടുകയല്ലേ? ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിയാൻ കാത്തിരുന്ന അതുവരെ അത് എന്താ പറയാ വേറെ രീതിയിൽ ബാലൻസ് ചെയ്ത് പറ്റിച്ചു. ആ സമുദായത്തെ പരിപൂർണമായും വെറുപ്പിച്ചു. ഇപ്പൊ ഒന്നും വേണ്ട, നിങ്ങൾ ഈ വന നിയമ ഭേദഗതിയിൽ പരിശോധിക്കുക. എന്തിനാണ് ഇപ്പോ കേരളത്തിലെ 130 കോടി ജനങ്ങളിൽ വലിയൊരു വിഭാഗം ഈ വന്യജീവി ആക്രമണവും അതിൽ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾക്കും ഉത്തരവാദിത്തമില്ലായ്മയ്ക്ക് എതിരെ കേരളത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. തർക്കമില്ലാത്ത കാര്യമാണ്. CPM ബോധ്യമുള്ള കാര്യമാണ്. അവിടെയാണ് ഈ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഒരു പുതിയ നിയമവുമായിട്ട് ഈ LDF ഗവൺമെന്റ് വരുന്നത്. ആരുടെ ബുദ്ധിയത്? അപ്പൊ ഇനി ആരൊക്കെ ഈ ഗവൺമെന്റിനെ അനുകൂലിച്ചോ അവരെയൊക്കെ പ്രതികൂലമാക്കുന്ന തീരുമാനങ്ങൾ മാത്രമല്ല എടുക്കുന്നത്. ആ കരാറാണ് പിണറായി RSS നിന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഒരിക്കലും ഇടതുപക്ഷത്തെ തിരിച്ച് അധികാരത്തിൽ എത്താതിരിക്കാൻ RSSന്റെ കേന്ദ്ര നേതൃത്വം കൊടുക്കുന്ന ടാർഗറ്റുകള് ഇവിടെ എന്താ പറയാ പ്രാവർത്തികമാക്കി കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റി എടുത്ത് കോമൺ സെൻസ് ഉള്ളവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും എന്തിനാ ഈ ആളുകളെ വെറുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. കേന്ദ്രത്തിന് ആവശ്യമില്ലാത്ത ഈ ഒരു വന നിയമ ഭേദഗതി എന്തിനാണ് ഇപ്പോ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഇത്രയും എന്താ പറയുക തിരക്ക് പിടിച്ചു കൊണ്ടുവരുന്നത്? ഒരു പബ്ലിക് ഹിയറിങ്ങിന് പോലും പോകാതെ. അപ്പൊ അത് മനസ്സിലാക്കേണ്ട സഖാക്കളാണ്. മനസ്സിലായില്ലേ?
സഖാക്കൾ അത്യാവശ്യം എഴുതും വായിക്കുകയും വിവരമുള്ള ആളുകളാണുള്ള നല്ല വലിയൊരു ശതമാനവും പൊതുകാര്യങ്ങൾ വീക്ഷിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ വരുന്നു? ആരാണ് ഈ തീരുമാനത്തിന് പിന്നിൽ? ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായ തീരുമാനങ്ങൾ, സാമൂഹ്യ വിരുദ്ധമായ തീരുമാനങ്ങൾ, സമുദായ വിരുദ്ധമായ തീരുമാനങ്ങൾ എന്താണ് അടിക്കടി ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത്? ഇത് ആരെ വെറുപ്പിക്കാനാണ്? ഈ ജനം വെറുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആരോടാ വിരോധം? ഈ ഗവൺമെന്റിനോട്, ആ ഗവൺമെന്റിനെ നയിക്കുന്ന CPM എന്ന് പറഞ്ഞ പാർട്ടിയോട്. നാട്ടിൽ വെറുതെ ഇരിക്കുന്നവനെയൊക്കെ തോണ്ടിയിട്ട്, അല്ലെങ്കിൽ റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നടന്നു വരുന്നവന്റെ ചെവിക്കിട്ട് തോണ്ടിയാൽ എന്താ സ്ഥിതി? അവൻ പ്രതികരിക്കില്ലേ? ആ രീതിയിൽ ഈ മനുഷ്യരെ മുഴുവൻ, ഒരു സമൂഹത്തെ മുഴുവൻ ഈ ഗവൺമെന്റിനും ഈ പാർട്ടിക്കും എതിരാക്കുന്ന തീരുമാനം. പൂരം കലക്കി. ഇപ്പൊ എന്താ പറയുന്നത്? തിരുവമ്പാടി ദേവസ്വം പൂരം കലക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കലക്കിയവനെതിരെ നടപടി എടുക്കാത്തത് അവിടെ നിൽക്കട്ടെ. എന്താണ് തൃശ്ശൂരിലെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെയും അവരുടെ കുടുംബത്തിനെയും അവരുടെ ബന്ധുക്കളുടെയും ഈ പൂരം കമ്മിറ്റിയുടെയൊക്കെ ആളുകളുടെ മനസ്സിലേക്ക് തിരുവമ്പാടി ദേവസ്വമാണ് ഈ പൂരം കലക്കിയത് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എന്താ അതിന്റെ വികാരം? ഈ അജിത് കുമാർ, അദ്ദേഹം കള്ളനാണ് എന്ന് ആദ്യം പറഞ്ഞ ഞാനല്ല. നിങ്ങൾ അന്ന് ഞാൻ കേൾപ്പിച്ച സുജിത് ദാസിന്റെ ഫോൺ സംഭാഷണത്തില് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് IPS ആ പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ കള്ളനാണ് അജിത് കുമാർ. നിങ്ങളൊക്കെ കേട്ടതാണല്ലോ. അന്ന് ഇവിടെ ഇരിക്കുന്ന SP യെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ? ഓ ശശി, അവനിങ്ങനെ മണ്ണും മണലൊക്കെ പിടിച്ചു നടക്കും. പുള്ളി കൊട്ടേഷൻ എടുത്തിരിക്കല്ലേ, പുള്ളിയുടെ കൊട്ടേഷനിലാണ് നടക്കുന്നത്. അത് ഇവന് വല്ലതും അറിയും? ആർക്ക്? അന്നത്തെ മലപ്പുറം SP-ക്ക്. ആരുടെ സ്റ്റേറ്റ്മെന്റാ? സുജിത് ദാസിന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പം ആ സുജിത് ദാസ് ഇപ്പൊ ADGP ആയിട്ടുള്ള വിജയൻ ഈ കള്ളക്കടത്തുകാർക്കുമായി ബന്ധമുണ്ടെന്ന് ആരെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്? ഈ ADGP ആയിട്ട് ഇപ്പൊ കേസിലേക്ക് പോവാ. അപ്പൊ ഇത്രയും വൃത്തികെട്ട ഒരു നൊട്ടോറിയസ് ക്രിമിനലിനെ ഞാൻ ആവർത്തിച്ച് പറയാം, ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ പറയുന്നത്. ആ നൊട്ടോറിയസ് ക്രിമിനലിന് ഒരു കുഴപ്പമില്ല. എന്റെ കുട്ടി പരിശുദ്ധനായ കുട്ടിയാണെന്ന് ആരാ പറയുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്താ ഈ ജനം മനസ്സിലാക്കുന്നത്? സഖാക്കൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണല്ലോ. അപ്പം സർക്കാരിനെതിരെ ആന്റി ഇൻകംബൻസി എന്തായാലും ഉണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സർക്കാരിനെ സഹായിച്ച് സർക്കാരിനോട് ഒപ്പം നിന്ന പൊതുസമൂഹത്തെ കൂടി ഒന്നുകൂടി പരിപൂർണമായി എതിർപ്പിലേക്ക് എത്തിക്കുന്ന നിലപാട് ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കാനുള്ള തീരുമാനങ്ങൾ അടിക്കടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താ ഈ ഫോറസ്റ്റ് മന്ത്രിയെ മാറ്റാൻ എത്ര വലിയ പ്രയാസം? ഫോറസ്റ്റ് മന്ത്രിയെ മാറ്റാൻ എന്തുകൊണ്ടാണ് പിണറായി മടിക്കുന്നത്? ഇപ്പം ഇരിക്കുന്ന ഫോറസ്റ്റ് മന്ത്രി എന്ന് പറയുന്ന ഡെമ്മി മിനിസ്റ്റർ, എവരിബഡി നോസ്, ഞാൻ പറയേണ്ട കാര്യമില്ല. ആ പൊസിഷനിലേക്ക് വരുന്ന ആരാണ്? തോമസ് കെ തോമസ് ആണ്. തോമസ് കെ തോമസിന് അദ്ദേഹത്തിന്റെ അഭിപ്രായമുണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ, പ്രത്യേകിച്ചും ഫോറസ്റ്റ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ. നമുക്കറിയാം, ഈ മലയോര മേഖലയിലെ ഈ 1,30,00,000 ജനങ്ങളിലെ ഒരു 70% എന്ന് പറയുന്നത് എന്താ പറയാ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. 60% എന്തായാലും ഉണ്ട്. അവരുടെ നിത്യജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടും അനിമൽ അറ്റാക്കുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ളത്. അവരെ ഒന്നുകൂടി കുരിശിൽ തറക്കാനുള്ള ബില്ലാണ് ഈ വരുന്നത്. തോമസ് കെ തോമസ് കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോ ഈ അമെന്റ്മെന്റ് പാസ്സാക്കാൻ അയാൾ ഒപ്പിടുവോ? ഒരിക്കലും ഇടില്ല. അതവർ കൃത്യമാക്കി കഴിഞ്ഞതാണ്, പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ ഡെമ്മി ആയിട്ടുള്ള AKSനെ മന്ത്രിയാക്കി ഇരുത്തുന്നതിന്റെ മറ്റൊരു കാരണം ഇതാണ്. മറ്റു ബന്ധുത്വം കുടുംബമൊക്കെ വേറുണ്ട്, അത് പോട്ടെ, അത് അവർ തമ്മിലാവട്ടെ. ഞാനതിന്റെ രാഷ്ട്രീയമാനമാണ് പറയുന്നത്. അപ്പൊ ഫോറസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന പ്രതിസന്ധിക്ക് ഇന്നിപ്പോ ഗവൺമെന്റ് എടുക്കുന്ന കടലാസുകളിൽ ഒപ്പ് ഇദ്ദേഹം നിലവിലെ മന്ത്രി ഇട്ട് കൊടുക്കുന്നത് പോലെ തോമസ് കെ തോമസിന് കിട്ടാൻ സാധ്യതയില്ല, കിട്ടില്ല, ചെയ്യാൻ കഴിയില്ല. അപ്പം അതവിടെ നിൽക്കട്ടെ.
ഒരു ഘടകകക്ഷിയുടെ നാഷണൽ പ്രസിഡന്റ് അടക്കം പറഞ്ഞാൽ മന്ത്രിയെ മാറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഇനി എന്ത് സഹിച്ചാണ് അവരൊക്കെ അതിൽ നിൽക്കുന്നത് എന്നുള്ളത്. അത് അവർ തീരുമാനിക്കേണ്ടതാണ്. അപ്പൊ ഇതൊരു മൊത്തം ഞാൻ ഈ പറയുന്നത് മൊത്തം കൂട്ടി വായിക്കേണ്ട കാര്യങ്ങളാണ്, കഴിഞ്ഞ ഈ 6 മാസത്തെ സംഭവ വികാസങ്ങൾ. അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ഇന്നലെ നിലമ്പൂരിലെ എടക്കര ഏരിയ സമ്മേളനത്തില് പാർട്ടിയുടെ ലീഡർ സ്വരാജിന്റെ പ്രസ്താവന ഇന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കയറുമ്പോൾ താഴത്തെ മാധ്യമത്തിന്റെ റിപ്പോർട്ട് ഞാനിവിടെ കണ്ടു. എന്താണ് സ്വരാജ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? പാണക്കാട് തങ്ങൻ തനി വർഗീയവാദിയാണ്. ഇന്നലത്തെ പൊതുയോഗത്തിൽ നിലമ്പൂരിലെ എടക്കര ഏരിയ സമ്മേളനത്തിൽ അപ്പൊ CPM-ന്റെ നിലപാടെന്താ? എവിടെ എത്തി? മതന്യൂനപക്ഷങ്ങള് ഇവിടുത്തെ RSS-ഉം BJP-യും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല പാണക്കാട് തങ്ങന്മാര് ഈ പറയുന്ന വർഗീയവാദികളാണ്. രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അത് മുഖ്യമന്ത്രി തുടക്കമിട്ടു. അത് കഴിഞ്ഞിട്ട് പോളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞു ഈ മലപ്പുറത്തെ അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾ വർഗീയവാദികളാണ്, അവരാണ് UDF-ന് വോട്ട് ചെയ്ത് പ്രിയങ്കയുടെ വോട്ട് വർദ്ധിപ്പിച്ചതെന്ന് പറയുന്നു. അത് കഴിയുമ്പോൾ ഇന്നിപ്പോ വി അബ്ദുറഹ്മാന്റെ പ്രസ്താവന, ആ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് അബ്ദുറഹ്മാന്റെ പ്രസ്താവന എന്ന പത്രത്തിലുണ്ട്. പാണക്കാട് തങ്ങന്മാരാണ് ഇവിടെ ഏറ്റവും വലിയ വർഗീയവാദം കളിക്കുന്നതെന്ന്. ഇവിടെ വർഗീയത പറയുന്നത് ഇപ്പൊ ആരാ? ഇവിടെ വർഗീയത പറയുന്നത് CPM ആണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് ആവർത്തിച്ച് ന്യൂനപക്ഷം വർഗീയവാദികളാണ് എന്ന് പറയുകയും അത് വിവരിക്കുകയും അതിന് പല അത് ബോധ്യപ്പെടുത്താൻ, സമൂഹത്തിന് ബോധ്യപ്പെടുത്തത്തക്ക രീതിയിൽ ഹിന്ദു വർഗീയവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ, ഹിന്ദു വർഗീയവാദവുമായി നടക്കുന്നവർക്ക് സന്തോഷം നൽകാൻ CPM-ൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട വോട്ട് ചോർച്ചയുടെ കാരണം മുസ്ലിങ്ങളോട് പ്രീണനം നടത്തിയതാണ് എന്ന് അവർ കണക്കുകൂട്ടുകയാണ്. ഇവിടെ ഹൈന്ദവ വിഭാഗമല്ല വിട്ടുപോയത്, കേരളത്തിലെ പൊതുസമൂഹമാണ്. അതിൽ സമ്മിശ്രമാണ്. മുഖ്യമന്ത്രിയുടെ ഈ പിണറായിസം, ഈ കുടുംബ വാഴ്ച, അതിനെതിരെയാണ് ഇവിടെ വോട്ട് വന്നിട്ടുള്ളത്. അതൊരു കമ്മ്യൂണിറ്റിയുടെ തലയിലേക്ക് ഇടുകയാണ്. അവരുടെ അന്തപുരത്തിൽ നടക്കുന്ന അന്തർനാടകങ്ങളുടെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസും കുടുംബവുമായി നടക്കുന്ന പലതരത്തിലുള്ള അന്തർനാടകങ്ങൾ അങ്ങാടിപ്പാട്ടാണ്. സഖാക്കൾക്ക് മനസ്സിലായിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായി കഴിഞ്ഞ 4 മാസമായി ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് ശരിയാണ്, അതിൽ വസ്തുതയുണ്ട് എന്ന് തന്നെയാണ് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അനുകൂലിക്കുന്നവരും സഖാക്കളും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ കുടുംബാധിപത്യ ഏകാധിപത്യ രാഷ്ട്രീയത്തിനെതിരെ ഇടതുപക്ഷത്തെ അനുകൂലിച്ചിരുന്ന വലിയൊരു വിഭാഗം അതിനെ എതിർപ്പ് പ്രകടിപ്പിച്ച് അപ്പുറത്ത് പോയിട്ടുണ്ട്. അതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായും ഹൈന്ദവ വിശ്വാസികൾ കൂടുതലുള്ള പാർട്ടിയാണ് CPM. അതിലാർക്കും തർക്കമില്ലല്ലോ. അപ്പൊ അതിൽ വോട്ട് പറയുമ്പോൾ ആ ഹിന്ദു വോട്ട് പോയത് ഇന്നതുകൊണ്ടാണ് എന്ന് എന്തൊരു തെറ്റായ വിലയിരുത്തലാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർത്തും തെറ്റായ വിലയിരുത്തലല്ലേ. തങ്ങളുടെ കുറ്റം കൊണ്ട്, മുഖ്യമന്ത്രിയുടെ മാത്രം ഏകാധിപത്യ സ്വഭാവം കൊണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾ കൊണ്ട് ഈ പാർട്ടിക്കും ഈ മുന്നണിക്കും പിന്തുണ നൽകിയിരുന്ന ഒരുപാട് സഖാക്കൾ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ അനുഭാവികൾ ഇതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി വോട്ട് ചെയ്തപ്പോൾ അത് അവര് വിലയിരുത്തുന്നത് നേരെ തിരിച്ച്. അതാരെ കണ്ണപ്പൊടിയിടാനാ? ന്യൂനപക്ഷ പ്രീണന സ്വീകരിച്ചത് കൊണ്ട് ഹൈന്ദവര് മുഴുവൻ ഈ പാർട്ടിയെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. BJP വളരുന്നത് അതുകൊണ്ടാണ്, കോൺഗ്രസ് വളരുന്നത് അതുകൊണ്ടാണെന്നില്ലേ തെറ്റായ വിലയിരുത്തലാണ്. അതിനെ മറികടക്കാനാണ് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് മഞ്ഞപ്പിത്തമുള്ളവന്റെ കണ്ണിലേക്ക് നോക്കിയാൽ മനസ്സിലായെന്ന് പറഞ്ഞത് അവർക്ക് സ്വയം തോന്നുകയാണ് നിങ്ങൾക്ക് മഞ്ഞപ്പിത്തം ഉണ്ടോന്ന്. ഇതാണ് വസ്തുത. ആ വസ്തുതയെ മറികടക്കാൻ മറ്റു ചില ആരോപണങ്ങൾ, ഏറ്റവും എളുപ്പം എന്താണ്? വർഗീയവാദമാണ്.
ആര് 10 ആൾ കൂടിയാലും പറയും അവിടെ ജമാഅത്ത് ഇസ്ലാമി SDP ആണ്. ഞാൻ നടത്തിയ സമ്മേളനത്തിൽ ആദ്യം തന്നെ തുടക്കമാറാൻ പറഞ്ഞത്. ഇപ്പൊ വയനാട്ടിലടക്കം ഭൂരിപക്ഷം ലക്ഷക്കണക്കിന് വർദ്ധിക്കുമ്പോൾ ലക്ഷക്കണക്കിന് വോട്ട് ഇവർക്ക് ചോരുമ്പോൾ വർഗീയവാദികളാണ്. ഇപ്പൊ സഖാക്കൾ ആലോചിക്കണം, ജില്ലാ സമ്മേളനം വരാൻ പോവല്ലേ. 2014 ഞാനും വയനാട് പാർലമെന്റിൽ സ്വതന്ത്രനായി മത്സരിച്ച അന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി സുഹറ മമ്പാട്. ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം ഒരു എന്താ പറയാ ഇടത് വലത് കക്ഷികൾ നടത്തുന്നത് പോലെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം അന്ന് ഒരു വയനാട്ടിൽ നടത്തിയതാണ്. വെൽഫെയർ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട്. എത്ര വോട്ടാ കിട്ടിയേ? ഗോവിന്ദമാഷ് ഇത് മറന്നുപോയോ? സഖാവ് വിജയരാഘവൻ മറന്നുപോയോ? പിണറായി സഖാവിന് ഓർമ്മ ഉണ്ടാവില്ലോ. പോട്ടെ, 10,000 വോട്ടാണ് കിട്ടിയത്. വെറും 10,000 വോട്ട്. വെൽഫെയർ പാർട്ടിയുടെ ആരംഭഘട്ടത്തിൽ ആരംഭ ശൂരത്വമുള്ള ആ സമയത്ത് 2014 വെൽഫെയർ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി വയനാട് പാർലമെന്റിൽ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ട് 10,000 ആണ്. PV അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ച് 39,000 കിട്ടിയിട്ടുണ്ട് അന്ന്. ആ വോട്ടാണ് ഈ നാട്ടിൽ എന്നാ പറയുന്നത്, ഈ ജയിക്കുന്നിടത്തൊക്കെ. ഇതവർക്ക് അറിയാത്തതുകൊണ്ടാണോ? അത്ര വിവരക്കേടുള്ളവരാണോ ഈ പറയുന്ന ഗോവിന്ദ മാഷും? എന്തായാലും മാഷൊരു മാഷല്ലേ, ഒരു മാഷ വിവരം എന്തായാലും ഉണ്ടാവല്ലോ. സാമൂഹിക വിഷയത്തിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന നല്ല വിവരമുള്ള മനുഷ്യനാ, എനിക്ക് നന്നായിട്ട് അറിയാത്തത്. അത് പറ്റിക്കില്ലേ? പബ്ലിക്കായിട്ട് ജനങ്ങളെ കണ്ണിന് പൊടിയിട്ടില്ലേ? 10,000 വോട്ടാണ്. കേരളത്തിലെ മുഴുവൻ വെൽഫെയർ പാർട്ടിക്കാരും എന്താ പറയാ വന്ന് കിടന്ന് അവിടെ ഉരുണ്ട് അവരുടെ സകലമായ സോഴ്സും ഉപയോഗിച്ചിട്ട് നടത്തിയത്. പ്രകടനം കണ്ടെന്ന് വന്നപ്പോഴായിരുന്നു 2,000-3,000 ആളുകളായിരുന്നു പ്രകടനം. അവരുടെ നിയമസഭാ മണ്ഡല റാലി ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അവരൊപ്പത്തിനൊപ്പമാണ് ഞാനും പോകുന്നത്. നിയമസഭാ മണ്ഡലങ്ങളിൽ അന്ന് അവർ നടത്തിയ പ്രചരണ പരിപാടികളും റാലികളും ആയിരക്കണക്കിന് ആളുകളാണ്. ഈ ആളുകളൊക്കെ പാട് കേരളത്തിൽ നിന്നായിട്ട് വന്ന ആളാണ്. ഈ ആളുകളൊക്കെ പാട് അവിടെ ശക്തി സ്വാംശീകരിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് 10,000. അവിടെ പറയുന്നത് എന്താണ്? അങ്ങനെ പറ്റിക്കായി വസ്തുതകൾ വളച്ചൊടിച്ചിട്ട് അതിനൊരു മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ നടത്താൻ അവസാനത്തെ പരീക്ഷണമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഉപ്പ് വെച്ച കലം പോലെയാകും ഈ പാർട്ടി എന്ന് ഞാൻ പറയുന്നത്. നമുക്ക് ആ പാർട്ടിയോടുള്ള വെറുപ്പൊന്നുമില്ല. ഞാൻ ഈ നിമിഷം വരെ എനിക്ക് അതിൽ നിന്ന് പാർട്ടി പ്രവർത്തകരുടെ അടുത്ത് സഹാക്കളുടെ അടുത്ത് എനിക്ക് നല്ല അനുഭവം ഉണ്ടായിട്ടുള്ളൂ. അതിലൊരു തർക്കവും എന്നെ സംബന്ധിച്ചിട്ടില്ല. പക്ഷേ ലീഡർഷിപ്പ് ക്യാൻസറായി മാറുകയാണ്. ഇത് തന്നെയാണ് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത്. ത്രിപുര അങ്ങനെയല്ല, അത് വേറെ രീതിയിൽ RSS അട്ടിമറിച്ചതാണ്. പക്ഷെ പശ്ചിമ ബംഗാളിൽ സംബന്ധിച്ചതിന് ടാറ്റന്റെയും ബെർലിന്റെ കൂടെ പോയി മാറ്റി സിംഗൂരിലെ 10,000-കണക്കിന് ജനങ്ങളെ, കർഷകരെ കണ്ണീര് കുടിപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും, പ്രത്യേകിച്ച് മലയോര കർഷകരെയും കണ്ണീര് കുടിപ്പിക്കുന്ന നിയമ ഭേദഗതിയാണ് ഈ പറയുന്ന അസംബ്ലിയിൽ വരാൻ പോകുന്നത്. അത് നിങ്ങൾ എഴുതി വെച്ചോ. ഈ രാഷ്ട്രീയ സംവിധാനത്തിന്റെ LDF രാഷ്ട്രീയ സംവിധാനത്തിന്റെ അവസാനം എനിക്ക് ശേഷം പ്രളയം. അത് തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായിയുടെ നിലപാട്. ആ നിലപാടിനോടൊപ്പം RSSന്റെ ആ താല്പര്യത്തോടൊപ്പം ആ നിലപാടെടുത്ത് മുന്നോട്ട് പോകാനല്ലാതെ സഖാവ് പിണറായി വിജയന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ മുന്നിൽ മക്കളാണ് ഒരു ഭാഗം, ഒരു ഭാഗം ജയിലാണ്. അല്ലെങ്കിൽ ഇതാണ് വഴി. ആ വഴി അദ്ദേഹം തെരഞ്ഞെടുത്തു. അത് മനസ്സിലാക്കാൻ CPM ലീഡർഷിപ്പിന്, പ്രവർത്തകർക്ക് കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവർക്ക് ശേഷിയില്ല, മിണ്ടാൻ ശേഷിയില്ല. ഇപ്പൊ ഗഗാറിൻ എന്ത് പറ്റി? നമ്മളെ വയനാട് സെക്രട്ടറി നനച്ചു. എന്താണ് ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ ADGP അജിത് കുമാർ വിഷയത്തിൽ അതിനെ പിന്തുണച്ച് സ്റ്റേറ്റ്മെന്റ് നടത്തിയ കേരളത്തിലെ ഏക പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഗഗാറിനാണ്. അൻവർ പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ടെന്ന് പബ്ലിക്കായി പറഞ്ഞു. അന്ന് വെട്ടി. അപ്പൊ മിണ്ടിയാലുള്ള അവസ്ഥ. അതുകൊണ്ട് ഒരാൾ മിണ്ടൂല. ഓക്കെ,
ആരെ കൂടെയും ആ പോരാട്ടത്തിനൊപ്പം നിൽക്കും. അതിൽ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ രാഷ്ട്രീയെന്നോ ജാതിയെന്നോ മതമൊന്നുമില്ല. ഇത് ഞാനീ പറഞ്ഞില്ലേ, 3.5 കോടി ജനങ്ങളുടെ കുടിവെള്ളം ഇവർ മുട്ടിച്ചിരിക്കും. ആ കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ട്. അത് അതിന്റെ സമയമാകുമ്പോൾ അറിയിക്കാം. പറഞ്ഞേ ക്ഷീണിച്ചോ? ഓക്കെ. അപ്പൊ ഞാനേ ഇത് നമ്മളെ രാഷ്ട്രീയം എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങൾ ഈ വിഷയം അല്ല, അത് നമുക്ക് അപ്പൊ പറയാം. നമ്മളിപ്പോ ഇത് പറയാം, കുടിവെള്ള പ്രശ്നമാണിത്. ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താ പറയുക, എല്ലാവരും എല്ലാ പത്രക്കാരും നിങ്ങൾ ഗൗരവമായിട്ട്, ഞാൻ അതിന്റെ ഒരു ചെറിയ ഡ്രാഫ്റ്റ് കോപ്പി ഒന്ന് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. വളരെ 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 ഗൗരവമാണ് ഇതിങ്ങനെ. ആരും അറിയാതെ എന്താ പറയാ അങ്ങോട്ട് മെല്ലെ ഇത് ഈ അസംബ്ലിയിൽ അത് കടത്തി പാസ്സാക്കാനുള്ള ശ്രമമാണ്. അത് നിങ്ങൾ ആ കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് വളരെ എന്താ പറയാ സ്നേഹപൂർവ്വം നമ്മൾ അഭ്യർത്ഥിക്കേണ്ടത്. എത്ര ഇവിടെ മാനന്തവാടി പനമരം 3-ാം തീയതി വൈകുന്നേരമാണ് ഉദ്ഘാടനം. അന്ന് ആ ഉദ്ഘാടന സെഷൻ മാത്രമേ ഉള്ളൂ. ഉദ്ഘാടനം ചിലപ്പോൾ നമുക്ക് പറയാം, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും കർഷകൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തിനല്ലല്ലോ പ്രസക്തി, വിഷയത്തിനാണ് പ്രസക്തി. 4-ാം തീയതി രാവിലെ വയനാട് 3 പാർലമെന്റ് മണ്ഡലം, നിയമസഭാ മണ്ഡലം, വൈകുന്നേരം 7:30 മണിക്ക് തിരുവമ്പാടി സമാപനം. 5-ാം തീയതി എറണാകുളത്ത് നിന്ന് തുടങ്ങി വണ്ടൂര്, വൈകുന്നേരം നിലമ്പൂർ ഓഴിക്കടവിൽ സമാപനം.